സമയത്ത് ഇത്രയും സ്ത്രീകൾ ഇങ്ങനെ ഒരു ഏരിയയിൽ, മുള്ളേരിയ പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ രാത്രിയിലും 8:45 എന്ന് പറയുന്ന ഈ സമയത്തും ഇത്രയും സ്ത്രീകൾ പർദ്ദയിട്ട, ഹിജാബിട്ട ഈ സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊള്ളുക, ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മെയ് 4 പൊട്ടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് നമ്മുടെ മായിഞ്ച MLA ആയിക്കൊണ്ട് ഇവിടെ വരുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. മറിച്ച് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മളുടെ എതിരാളി എന്നും നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെട്ടിപ്പോയ ഒരാളുണ്ടല്ലോ, അവരിപ്പോഴും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഈ കാസർഗോഡ് മണ്ഡലം കണ്ടിട്ട് ഒരാളും പനി പിടിച്ചു കിടക്കേണ്ടതില്ല, അവിടെ തന്നെ പുറച്ചിറങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് ബാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ